കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2024 ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഫോർ ബിസിനസ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: റെപ്രസെൻറ്റ് ദി ഫോളോയിങ് ബൈ മീൻസ് ഓഫ് എ വെൻ ഡയഗ്രാം എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ആൻഡ് ഓൾസോ എ കോംപ്ലിമെൻറ്റ്. ഇത് മൂന്നിനെയും നമ്മൾ വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എ യൂണിയൻ ബി എങ്ങനെയാണ് വെൻ ഡയഗ്രാം ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഓക്കെ, എ യൂണിയൻ ബി എന്നതിന് ഇവിടെ രണ്ട് പിക്ചറാണ് നമ്മൾ കൊടുത്തത്. ഈ രണ്ട് പിക്ചർ നമുക്ക് എ യൂണിയൻ ബി എന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ ഒന്നാമത്തെ പിക്ചറിൻ്റെ പ്രത്യേകത എയിലും ബിയിലും കോമൺ ആയിട്ട് ഒരു ഏരിയ വരുന്നുണ്ട്, എന്നാൽ രണ്ടാമത്തതിൽ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള ഏരിയ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ എന്നുള്ളതിൽ വരുന്നത് മാത്രം, അതേപോലെ ബി എന്നതിൽ മാത്രം വരുന്നത്. ഓക്കെ, ഇതിനെ രണ്ടിനെയും നമ്മൾ കാണിക്കുന്നതാണ് എന്ത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഒന്നാമത്തെ പിക്ചറിൽ എയിലും അതേപോലെ ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടിലും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിലും വരുന്നത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ ഒരു പ്രാവശ്യം അതിനെ കുറയ്ക്കേണ്ടതായിട്ട് വരും എ യൂണിയൻ ബി കാണാൻ. അപ്പോൾ ഇത്തരത്തിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ എ യൂണിയൻ ബി കാണുന്നത് എങ്ങനെയാണ്, എയിൽ നിന്നും ബിയിൽ നിന്നും എന്ത് കുറക്കേണ്ടതായിട്ട് വരും, എ ഇൻ്റർസെക്ഷൻ ബി കുറക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ്, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു 3 എന്ന് പറയുന്ന ഒരു സംഖ്യ. അപ്പോൾ നമ്മൾ 2 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ആ 3നെ കാണിക്കുന്നുണ്ട്. അങ്ങനെ 2 പ്രാവശ്യം കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം കാണിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ളത് കുറക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഷെയ്ഡഡ് ഏരിയ മൊത്തം എന്താണ്, എ യൂണിയൻ ബി ആണ് ഒന്നാമത്തെ പിക്ചറിൽ. അതേപോലെ രണ്ടാമത്തെ പിക്ചറിൽ എ എന്നുള്ളതും ബി എന്നുള്ളതും സെപ്പറേറ്റ് നമ്മൾ കാണിക്കുകയാണ് ചെയ്തത്, രണ്ടിൽ കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഈ ഷെയ്ഡഡ് പോർഷനും അതേപോലെ ബി എന്ന് പറയുന്ന ഷെയ്ഡഡ് പോർഷനും വരുന്നതാണ് എന്ത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചർ എന്താണ്, എ ഇൻ്റർസെക്ഷൻ ബി ആണ്. എ ഇൻ്റർസെക്ഷൻ ബി ആണ് രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ കാണിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ ആണ്. അപ്പോൾ ഈ സെൻറ്ററിൽ വരുന്ന ഷെയ്ഡഡ് ഏരിയ ആണ് നമ്മൾ എന്ത് പറയുന്നത്, എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് എ കോംപ്ലിമെൻ്റ് ആണ്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലില്ല, പക്ഷെങ്കിൽ അതെന്തുണ്ട്, യൂണിവേഴ്സൽ സെറ്റിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, എ എന്ന് പറയുന്നതിൽ മാത്രം ഷെയ്ഡ് ചെയ്തിട്ടില്ല, പുറത്തുള്ള ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിലില്ലാത്തതിനെയും നമ്മൾ എന്ത് പറയും, എ കോംപ്ലിമെൻ്റ് എന്ന് പറയും. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക്